GChemPaintലെ വ്യൂ, പ്രിന്റ് ആൻഡ് എക്സ്പോർട്ട് സ്ട്രക്ചർസ് എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് വ്യൂ ഓപ്ഷൻസ്, സൂം ഫാക്ടർ, പേജ് സെറ്റപ്പ്, പ്രിന്റ് പ്രിവ്യൂ, ഒരു ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യുന്നത്, ഒരു ഇമേജ് എസ്വിജി, പിഡിഎഫ് ഫോർമാറ്റുകളിൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓഎസ് വെർഷൻ 1204, ഗ്ചെമ്പെയിന്റ് വെർഷൻ 01210. ഈ ട്യൂട്ടോറിയലിനായി GChemPaintന്റെ കെമിക്കൽ സ്ട്രക്ചർ എഡിറ്റർ പരിചിതമായിരിക്കണം. അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരു പുതിയ ഗ്ചെമ്പെയിന്റ് ആപ്ലിക്കേഷൻ തുറക്കാം. ഡാഷ് ഹോം ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബാറിൽ ഗ്ചെമ്പെയിന്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഗ്ചെമ്പെയിന്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ആദ്യം നിലവിലുള്ള ഒരു ഫയൽ തുറക്കാം. ടൂൾ ബാറിൽ നിന്ന് ഓപ്പൻ a ഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഫയലുകളും ഫോൾഡറുകളും ഉള്ള ഒരു വിൻഡോ തുറക്കുന്നു. ഇവിടെ നിന്ന് pentane, ethane എന്ന ഫയൽ തിരഞ്ഞെടുക്കുക. ഓപ്പൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആദ്യമായി വ്യൂ ഓപ്ഷൻസിനെ കുറിച്ച് പഠിക്കാം. വ്യൂ മെനുവിലേക്ക് പോകുക. വ്യൂ മെനുവിൽ ഫുൾ സ്ക്രീൻ, സൂം എന്നീ രണ്ട് ഓപ്ഷനുകളുണ്ട്. സൂം ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. സൂം ഫാക്ടർസിന്റെ ഒരു പട്ടിക അടങ്ങിയ ഒരു സബ് മെനു തുറക്കുന്നു. ഇതിൽ സ്ക്രോൾ ഡൌൺ ചെയ്ത് സൂം to തിരഞ്ഞെടുക്കുക. സൂം ഫാക്ടർ കാണിക്കുന്ന ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു. ഡിഫോൾട്ട് സൂം ഫാക്ടർ മൂല്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നമ്മുടെ ആവശ്യാനുസരണം സൂം ഫാക്ടർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പ് അല്ലെങ്കിൽ ഡൌൺ അറോ ട്രയാങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് സൂം ഇൻ നിരീക്ഷിക്കുക. അപ്ലൈ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒക്. നമ്മൾ നൽകിയ സൂം ഫാക്ടറിൽ സ്ട്രക്ചർ കാണുന്നു. അടുത്തതായി ഒരു പേജ് സെറ്റ് ചെയ്യുന്നതെങ്ങനെ എന്ന് നോക്കാം. ഫയൽ മെനുവിൽ പോയി പേജ് setupൽ ക്ലിക്ക് ചെയ്യുക. പേജ് സെറ്റപ്പ് വിൻഡോ തുറക്കുന്നു. ഈ വിൻഡോയിൽ രണ്ട് ടാബുകൾ ഉണ്ട്, പേജും സ്കെയിലും. പേജ് ടാബിൽ പേപ്പർ, സെന്റർ ഓൺ പേജ്, ഓറിയന്റേഷൻ തുടങ്ങിയ ഫീൽഡുകൾ ഉണ്ട്. പേപ്പർ ഫീൽഡിൽ നമുക്ക് പേപ്പർ സൈസ് സെറ്റ് ചെയ്യാം. ചേഞ്ച് പേപ്പർ ടൈപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു. ഇവിടെ മൂന്ന് ഓപ്ഷനുകൾ ഉണ്ട്: ഫോർമാറ്റ് ഫോർ, പേപ്പർ സൈസ്, ഓറിയന്റേഷൻ. ഫോർമാറ്റ് ഫോർ ഫീൽഡിൽ നിങ്ങളുടെ ഡിഫോൾട്ട് പ്രിന്റർ തിരഞ്ഞെടുക്കുക. ഞാൻ എന്റെ ഡിഫോൾട്ട് പ്രിന്റർ തിരഞ്ഞെടുക്കുന്നു. വിവിധ പേപ്പർ സൈസുകളുടെ ഒരു ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റ് പേപ്പർ സൈസ് ഫീൽഡിനുണ്ട്. ഞാൻ A4 തിരഞ്ഞെടുക്കുന്നു. ഈ ഫീൽഡിന് താഴെ A4 സൈസിന്റെ അളവുകൾ കാണപ്പെടുന്നു. തിരഞ്ഞെടുക്കുന്ന ഓരോ പേപ്പർ സൈസിനും അതുമായി ബന്ധപ്പെട്ട അളവുകൾ കാണിക്കുന്നത് ശ്രദ്ധിക്കുക. ഓറിയന്റേഷൻ ഫീൽഡിൽ നമുക്ക് 4 റേഡിയോ ബട്ടണുകൾ ഉണ്ട്: പോർട്രെയ്റ്റ്, ലാൻഡ്സ്കേപ്പ്, റിവേഴ്സ് പോർട്രെയ്റ്റ്, റിവേഴ്സ് ലാൻഡ്സ്കേപ്പ്. ഡിഫോൾട്ടായി പോർട്രെയ്റ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് അതേപോലെ നിലനിർത്തിയിട്ട് അപ്ലൈ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി മാർജിൻ സൈസസ്: ടോപ്പ് മാർജിൻ, ലെഫ്റ്റ് മാർജിൻ, റൈറ്റ് മാർജിൻ, ബോട്ടം മാർജിൻ. നമ്മുടെ ആവശ്യാനുസരണം ഇവിടെ നമുക്ക് മാർജിൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത ഫീൽഡ് യൂണിറ്റ്. യൂണിറ്റ് ഫീൽഡ് ഇഞ്ചസ്, മില്ലിമീറ്റർസ്, പോയിന്റ്സ് എന്നിവയിൽ സെറ്റ് ചെയ്യാൻ കഴിയും. ശ്രദ്ധിക്കുക, നമ്മൾ യൂണിറ്റിൽ മാറ്റം വരുത്തുമ്പോൾ ഇതനുസരിച്ച് മാർജിൻ സൈസ് തനിയെ മാറുന്നു. സെന്റർ ഓൺ പേജിനെ കുറിച്ച് പഠിക്കാം. ഇവിടെ നമുക്ക് ഹോറൈസന്റലി, വെർട്ടിക്കലി എന്നീ രണ്ട് ചെക്ക് ബോക്സുകൾ ഉണ്ട്. ഹോറൈസന്റലി ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യാം. പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്ട്രക്ചറിന്റെ പ്രിവ്യൂ കാണാം. ഇവിടെ നമുക്ക് പ്രിവ്യൂ കാണാം. പ്രിവ്യൂ വിൻഡോ ക്ലോസ് ചെയ്യട്ടെ. ഓറിയന്റേഷൻ ഫീൽഡിൽ നമുക്ക് ഈ റേഡിയോ ബട്ടണുകൾ ഉണ്ട്: പോർട്രെയ്റ്റ്, ലാൻഡ്സ്കേപ്പ്, റിവേഴ്സ് പോർട്രെയ്റ്റ്, റിവേഴ്സ് ലാൻഡ്സ്കേപ്പ്. ഡിഫോൾട്ടായി പോർട്രെയ്റ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് റേഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രിവ്യൂ ബട്ടൺ.
ഇവിടെ നമുക്ക് ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷന്റെ പ്രിവ്യൂ കാണാം. മറ്റ് ഓറിയന്റേഷൻ ഓപ്ഷനുകൾ നിങ്ങൾ സ്വയം ശ്രമിച്ചു നോക്കുക. പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വരുത്തിയ മാറ്റങ്ങളോടെ ഫയൽ പ്രിന്റ് ചെയ്യപ്പെടുന്നു. പ്രിന്റിംഗിന് മുൻപ് നിങ്ങൾക്ക് സ്ട്രക്ചർ സ്കെയിൽ ചെയ്യാവുന്നതാണ്. ഇതിനായി നിങ്ങൾക്ക് സ്കേൽ ടാബിലെ വിവിധ ഓപ്ഷനുകൾ ഉപയോഗിക്കാം. സ്കേൽ ടാബ് നിങ്ങൾ സ്വയം പരീക്ഷിച്ചു നോക്കുക. പേജ് സെറ്റപ്പ് വിൻഡോ ക്ലോസ് ചെയ്യാനായി ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ഇമേജ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാം. ഫയൽ മെനുവിൽ സേവ് ആസ് ഇമേജ് തിരഞ്ഞെടുക്കുക. സേവ് ആസ് ഇമേജ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു. ഫയൽ ടൈപ്പ് ഫീൽഡിൽ ഇമേജ് ഓപ്ഷനുകളുടെ ഒരു പട്ടികയുണ്ട്. നിങ്ങൾക്ക് ഇമേജ് എസ്വിജി, ഇപിഎസ്, പിഡിഎഫ്, പിഎൻജി, ജെപിഇജി തുടങ്ങിയ ഫോർമാറ്റുകളിൽ എക്സ്പോർട്ട് ചെയ്യാം. എസ്വിജി ഇമേജ് തിരഞ്ഞെടുക്കട്ടെ. ഫയലിന്റെ പേര് pentane എത്തനെ എന്ന് കൊടുക്കുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫയൽ എസ്വിജി ഇമേജ് ആയി സേവ് ചെയ്യപ്പെട്ടത് കാണാം. അടുത്തതായി ഇമേജ് പിഡിഎഫ് ഡോക്യുമെന്റ് ആയി എക്സ്പോർട്ട് ചെയ്യുന്നു. ഫയൽ മെനുവിൽ സേവ് ആസ് ഇമേജ് തിരഞ്ഞെടുക്കുക. സേവ് ആസ് ഇമേജ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു. ഫയൽ ടൈപ്പിൽ നിന്ന് പിഡിഎഫ് ഡോക്യുമെന്റ് തിരഞ്ഞെടുക്കുക. ഫയലിന്റെ പേര് pentane എത്തനെ എന്ന് എന്റർ ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫയൽ പിഡിഎഫ് ഡോക്യുമെന്റ് ആയി സേവ് ചെയ്യപ്പെട്ടത് കാണാം. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് വ്യൂ ഓപ്ഷൻസ്, സൂം ഫാക്ടർ, പേജ് സെറ്റപ്പ്, പ്രിന്റ് പ്രിവ്യൂ, ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യുന്നത്, ഇമേജ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അസൈൻമെന്റ് A5, B5, JB5 ഫോർമാറ്റുകളിൽ സ്ട്രക്ചർസ് പ്രിന്റ് ചെയ്യുക. ഇമേജ് ഇപിഎസ്, പിഎൻജി ഫോർമാറ്റുകളിൽ എക്സ്പോർട്ട് ചെയ്യുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.